ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാഗി മസാലയാണ്. മാഗി നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളതാണ്. ഇത് പക്ഷേ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് മാഗി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിരുന്നു. അതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസിനാണ് കുറച്ച് വേവ് കൂടുതലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ബീൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കൂട്ടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഇത് ടേസ്റ്റി ആയിട്ടിരിക്കും. പിന്നെ ഇതിൽ കാണിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളത് അത് ചേർത്താൽ മതി. ഈ ബീൻസ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിത് ധാരാളം മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ പൊളിച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. ഒരു ബോക്സിലിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്കിത് 2-3 മാസം വരെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. ചീത്തയായി പോവില്ല. ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്. ഇപ്പോൾ ഗ്രീൻ പീസും വഴറ്റിയതിന് ശേഷം ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരെണ്ണം മാത്രം ചേർത്താൽ മതി, അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. ഈ തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഒരുപാട് അങ്ങ് വഴണ്ട് പോകരുത്. ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതൊരുപാട് വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഗരം മസാല പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ടേസ്റ്റ് മേക്കറിൽ തന്നെ ഉപ്പ് കാണും. അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ മാഗിയുടെ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു പൊടി കാണുമല്ലോ, അത്. അപ്പോൾ ഞാനിപ്പോൾ 3 പാക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ 3 പാക്കറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 പാക്കറ്റ് മാഗിക്ക് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് മുമ്പായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് മാഗി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഇതേപോലെ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഇനി നമുക്കിത് അടച്ചു വെച്ച് 10 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മതിയാവും, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആദ്യം തന്നെ ഒരു പകുതി വേവായതാണ്, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവനും വറ്റി തുടങ്ങി, അതേപോലെ ഇത് വെന്ത് വന്നിട്ടുമുണ്ട്. ഇത് നമ്മൾ ഒരുപാട് കുഴഞ്ഞ പോലെ ഇട്ട് വേവിക്കരുത്, അതൊരു ടേസ്റ്റ് കാണില്ല. 10 മിനിറ്റ് വേവിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് മുട്ട ചേർക്കണമെന്നുള്ളവർ ഈ സമയത്ത് 1-2 മുട്ട ഇതിൻ്റെ മുകളിൽ തന്നെ പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കുക. അതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുട്ട ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാഗി ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.